എന്താനന്ദം എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അതു മനോഹരം, എന്ത് സന്തോഷമാ പുതുജീവിതം. എന്താനന്ദം എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അതു മനോഹരം, എന്തു സന്തോഷമാ പുതുജീവിതം. സന്താപമേറുമീ ലോകെ ഞാനാകിലും സാന്ത്വനം തരിച്ചു. എന്താനന്ദം എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അതു മനോഹരം, എന്തു സന്തോഷമാ പുതുജീവിതം. എന്താനന്ദം. 129 സങ്കീർത്തനമാണ് നമ്മുടെ ധ്യാനത്തിന് ആധാരമായിട്ട് നാം വായിച്ച് കേട്ടത്. അല്പകാര്യങ്ങൾ വേഗത്തിൽ ഓർപ്പിച്ച് സാക്ഷ്യത്തിന് അവസരം നൽകി ഒടുവിൽ കർത്താവിൻ്റെ ദാസന് അല്പസമയങ്ങൾ നൽകേണ്ടതായിട്ടുമുണ്ട്. ഒടുവിലാകുമ്പോൾ സാധാരണ സമയം ലഭ്യമാകാറില്ല, വളരെ കുറച്ച് സമയമേ ലഭ്യമാകാറുള്ളൂ. കർത്താവ് എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്യട്ടെ. അതിനായി നമുക്കൊരുമിച്ച് ദൈവകരത്തിലേക്ക് ഏൽപ്പിക്കാം. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ ദൈവം നമ്മെ സഭയായി കാത്തു. നടക്കപ്പെട്ട എല്ലാ മീറ്റിങ്ങുകളിലും നമ്മുടെ പ്രിയപ്പെട്ടവരുടെയൊക്കെ പങ്കാളിത്തം ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനൊക്കെ ദൈവം അവസരങ്ങൾ നൽകി. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരോഹണ ഗീതങ്ങളിലെ ഒരു അനുഗ്രഹീതമായ ഗീതമാണ് 129. വ്യത്യസ്ത പശ്ചാത്തലങ്ങൾ അതിനെക്കുറിച്ച് വേദശാസ്ത്രികൾ പറയുന്നത്. ആവർത്തിച്ച് പല സന്ദർഭങ്ങളിൽ നമ്മൾ അതിനെക്കുറിച്ച് പ്രസ്താവിച്ചിട്ടുണ്ട്. യെരുശലേമിലേക്ക് ഇവർ ആണ്ടുതോറും നമുക്കറിയാം 3 പ്രാവശ്യം നിർബന്ധമായിട്ടും പുരുഷന്മാരൊക്കെ കടന്നു വരണമെന്നുള്ള ദൈവപ്രമാണങ്ങൾക്കനുസരിച്ച് ആരാധനയ്ക്കായി, ഉത്സവങ്ങളുടെ ആചരണത്തിന് വേണ്ടിയൊക്കെ യെരുശലേമിലേക്ക് വരുമ്പോൾ അവർ വരുന്ന പാതയോരങ്ങളിൽ കുന്നുകൾ മലകൾ താണ്ടിയൊക്കെ വരുമ്പോൾ പാടിക്കൊണ്ടുവരുന്ന കീർത്തനമെന്നും യെരുശലേം ദേവാലയത്തിൻ്റെ ഓരോ ചവിട്ടുപടികളിൽ നിന്നുകൊണ്ട് ഇതിലെ ഓരോ കീർത്തനങ്ങൾ പാടുന്നുവെന്നും ഒക്കെയുള്ള വ്യത്യസ്തങ്ങളായ പശ്ചാത്തലങ്ങളാണ് വേദചിന്തകന്മാരുടെ അഭിപ്രായത്തിൽ ആരോഹണ ഗീതങ്ങളെ സംബന്ധിച്ച് ഉള്ളത്. ഏതായാലും കർത്താവ് ചെയ്ത പ്രവർത്തികളെയൊക്കെ അയവിറക്കിക്കൊണ്ടുള്ള അനുഗ്രഹീതമായ കീർത്തനങ്ങളാണ് എന്നുള്ളത് നമ്മൾ അതിൽ കൂടി സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവം ചെയ്യുന്ന ഉപകാരങ്ങളെ എല്ലാ കാലഘട്ടങ്ങളിലും ഓർക്കുന്നതും ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്നതും ഏറ്റവും കാമ്യമായിട്ടുള്ള കാര്യമാണ്. ചെറുതാകട്ടെ വലുതാകട്ടെ ദൈവം നമുക്ക് ചെയ്ത എല്ലാ നന്മകളെയും ഓർത്ത് നാം ദൈവത്തിന് നന്ദി പറയുകയും ആരാധിക്കുകയും ചെയ്യണം. ആരാധന ഒരിക്കലും പിടിച്ചു വാങ്ങേണ്ട കാര്യമല്ല. എല്ലാവരും കൂടി ആവേശമുളവാക്കി അങ്ങനെ നമ്മൾ ആവേശത്തിൻ്റെ കൊടുമുടിയിലെത്തുമ്പോൾ ഉതിർത്തുവിടുന്ന 2-3 സ്തോത്രവും ഹല്ലേലൂയ ഒന്നും സ്വീകരിച്ചിട്ട് ദൈവമാകേണ്ട ഗതികേടൊന്നും നമ്മുടെ കർത്താവിനില്ല. എല്ലായ്പ്പോഴും ഓർപ്പിക്കാറുള്ളത് പോലെ ഇന്ന് ഈ 2.5 മണിക്കൂർ അല്ലെ 3 മണിക്കൂർ നമ്മളെല്ലാം മൗനവ്രതം ആചരിച്ചാലും, ഉലകത്തിലുള്ള എല്ലാ സഭകളും മൗനവ്രതം ആചരിച്ചാലും നമ്മുടെ ദൈവത്വത്തിനൊന്നും ഒരു കോട്ടം വരത്തില്ല. അപ്പം നമ്മൾ നമ്മുടെ ദൈവത്തെ ആരാധിച്ച് ദൈവമാക്കേണ്ട ഗതികേടുള്ള ഒരു ദൈവത്തെയൊന്നുമല്ല നമ്മൾ സേവിക്കുന്നത്. എന്നാൽ കർത്താവിനെ ആരാധിക്കാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നു. അതൊരു പദവിയാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് കഴിയുന്നത്. ദൈവത്തെ ആരാധിക്കാൻ എല്ലാവർക്കും പറ്റത്തില്ല. എല്ലാവർക്കും പറ്റുമായിരുന്നെങ്കിൽ എല്ലാവരും ഏക സത്യദൈവത്തെ ആരാധിച്ചേനെ. പക്ഷേ വികലമായ കാഴ്ചപ്പാടുകൾ കൊണ്ട് ദൈവമല്ലാത്തവയെ പലരും ആരാധിച്ചു പോകുമ്പോൾ യഥാർത്ഥ ദൈവത്തെ, അനവധി ദൈവങ്ങളുടെ ഇടയിൽ സത്യദൈവത്തെ കാണാൻ ദൈവം നമ്മുടെ അകത്തെ കണ്ണുകളെ തുറന്നതുകൊണ്ടാണ് ഇന്നു പകലിൽ നമ്മൾ ഒരുമിച്ച് ഇവിടെ ആയിരിക്കുന്നത്. വീട്ടിൽ ഒരു വേലയും കൂലിയും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് പകലെന്ന ഉച്ചവരെ മുണ്ടത്താനം ഹോളിൽ പോയി ഇരുന്നേക്കാന്ന് പറഞ്ഞ് ഇവിടെ വന്ന ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കൊക്കെ വീട്ടിൽ പിടിപ്പത് പണികളുണ്ട്, ജോലി കാര്യങ്ങളുണ്ട്, പലതും മാറ്റിവെച്ചിട്ടാണ് നമ്മൾ ഇവിടെ വന്നത്. അങ്ങനെ ചിലത് മാറ്റിവെക്കാൻ നമ്മളെ പ്രേരിപ്പിച്ച ഘടകം നാം കണ്ടെത്തിയ സത്യദൈവത്തെ കുറിച്ചുള്ള തിരിച്ചറിവാണ് നമ്മളെ ആരാധനയിലേക്ക് നയിക്കുന്നത്. യഥാർത്ഥമായിട്ടും ദൈവത്തെ ദൈവമെന്ന് അറിയുമ്പോഴാണ് യഥാർത്ഥ ആരാധകന്റെ അതരത്തിൽ സ്തുതി വരുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആരാധിക്കുക എന്നുള്ളത് നമുക്ക് ദൈവത്തെ ആരാധിക്കാനായിട്ട് ദൈവം ഒരു പദവിയാണ് തന്നതെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ അകത്ത് വരുമ്പോൾ തന്നെ പരപ്രേരണ കൂടാതെ നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് സാധിക്കും. അതാണ് ഏറ്റവും ശ്രേഷ്ഠം, അതാണ് കാമ്യമായിട്ടുള്ളത്. പിന്നെ
എല്ലാവരും മൗനമായിരിക്കുമ്പോൾ ദൈവദാസന്മാര് പറയും, നമുക്ക് കരവുയർത്തി സ്തോത്രം ചെയ്യാം, ആരാധിക്കാം, ശാന്തമായിട്ടിരിക്കരുത്. ദൈവം ഉപകാരം ചെയ്തത് ഓർക്കണം. നിങ്ങൾക്ക് കൈയില്ലേ, കാലില്ലേ, കണ്ണില്ലേ, മൂക്കില്ലേ, ഇതൊക്കെ ഇല്ലാത്തവരൊക്കെ കൂടെയൊക്കെ നോക്കണം. അപ്പം നമുക്ക് സ്തുതിക്കണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത്, നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യാതെ വരുമ്പോഴാണ് നമ്മ ഇങ്ങനെയുള്ള ചില ഓർമ്മപ്പെടുത്തലുകൾ നടത്തേണ്ടി വരുന്നത്. എന്നാൽ യാതൊരുവിധ ഓർമ്മപ്പെടുത്തലും ഇല്ലാതെ ഇവിടെ വന്നിരിക്കുമ്പോൾ കണ്ണു നനഞ്ഞ് കർത്താവ് നടത്തിയ വഴികളെ ഓർത്ത്, കഴിഞ്ഞ ആഴ്ച തന്നെ എത്ര പ്രാവശ്യം നമ്മുടെ കാലുകൾ കല്ലിൽ തട്ടി, ഒറ്റ വീഴ്ച മതിയായിരുന്നല്ലോ നമ്മൾ ഇവിടത്തോട് വിട പറയാൻ. നമ്മുടെ വീടിന്റെ മുറ്റത്തൊരു നീലപ്പടുത വലിച്ചു കെട്ടാൻ ക്യാൻസർ രോഗമൊന്നും വരണ്ട. കാല് തട്ടിയത് തെറ്റിപ്പോയാൽ മറിഞ്ഞു വീണ് പ്രാണൻ പോയി എത്രയോ പ്രിയപ്പെട്ടവരുണ്ട്. പ്രിയപ്പെട്ടവരെ, അവിടെയൊക്കെ കർത്താവ് നമ്മുടെ ആയുസ്സിനെ കാത്ത് പരിപാലിച്ച്, പോരായ്മകൾ ഉണ്ടായിട്ടും അവിശ്വസ്തതകൾ ഉണ്ടായിട്ടും അതിനനുസരിച്ചൊന്നും പകരം ചെയ്യാതെ ആരോഗ്യത്തോടെ ഇവിടെ വന്നിരിക്കുവാൻ ദൈവം നമുക്ക് തന്നത് നാം വ്യക്തിപര ജീവിതത്തിൽ ഓർക്കുമ്പോൾ നമുക്ക് അറിയാതെ ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് കഴിയണം. പരപ്രേരണ കൂടാതെ ഉയരുന്ന സ്തുതിയും സ്തോത്രവും ഒക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യട്ടെ. സ്തോത്രം. നമ്മുടെ ജീവിതം തന്നെ ആരാധനയാകണം. അങ്ങനെ ശബ്ദമൊന്നും എടുക്കണ്ട, സ്തോത്രമൊന്നും പറയണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മരണവീട് പോലെ ആയിപ്പോവും. ജീവിതം ആരാധനയാണ്. അങ്ങനെ ആരാധന അർപ്പിക്കുകയും വേണം, അതൊക്കെ ആവശ്യമാണ്. പക്ഷേ അതരം ഉയർത്തി ദൈവത്തെ സ്തുതിക്കേണ്ടയിടത്ത് അങ്ങനെ സ്തുതിക്കുവാനും കർത്താവ് നമുക്ക് കൃപ ചെയ്യട്ടെ. 129 സങ്കീർത്തനം, അതിൻ്റെ 1-2 വാക്യങ്ങൾ ഇതിനു മുൻപും നാം ധ്യാനിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. 1-2 കാര്യങ്ങൾ കൂടി അതിൽ കൂടി ഓർപ്പിച്ച് ഞാൻ വാക്കുകൾക്ക് തൽക്കാലം വിരാമം കുറിക്കാൻ താല്പര്യപ്പെടുന്നു. 1-2 വാക്യങ്ങൾ. ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ, അവർ എൻ്റെ ബാല്യം മുതൽ പലപ്പോഴും എന്നെ ഉപദ്രവിച്ചു. അവർ എൻ്റെ ബാല്യം മുതൽ പലപ്പോഴും എന്നെ ഉപദ്രവിച്ചു, എങ്കിലും അവർ എന്നെ ജയിച്ചില്ല. ഇത് ഇസ്രായേൽ ഒരു ജനതയെന്നുള്ള നിലയിൽ അവരുടെ ഒരു ചരിത്രം ഇതിനകത്ത് ഉണ്ട്. എക്കാലത്തുമുള്ള ദൈവജനത്തെക്കുറിച്ചും ഒരു സത്യം ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ കർത്താവിനെ സംബന്ധിച്ചും ഒരു സത്യം ഇതിനകത്തുണ്ട്. അങ്ങനെ വ്യത്യസ്ത വീക്ഷണകോണിൽ നിന്ന് നമുക്ക് ഈ പാഠഭാഗത്തെ കാണാനായിട്ട് പറ്റും. അപ്പൊ ഇസ്രായേൽ എന്ത് പറയണമെന്ന് ചോദിച്ചാൽ, അവർ എൻ്റെ ബാല്യം മുതൽ എന്നെ എന്ത് ചെയ്തു? പലപ്പോഴും ഉപദ്രവിച്ചു. അവർ എൻ്റെ ബാല്യം മുതൽ പലപ്പോഴും എന്നെ ഉപദ്രവിച്ചു, എങ്കിലും അവർ എന്നെ ജയിച്ചില്ല. എന്ന് വെച്ചാൽ എക്കാലത്തും ആത്യന്തിക ജയം ദൈവത്തിനും ദൈവജനത്തിനുമാണ്. അതാണ് ഈ വചനം നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഒരു സത്യം. വിശേഷിച്ച് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം തന്നെ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ, കർത്താവിൻ്റെ ദാസൻ ഇന്നലെയും കുറേ കാര്യങ്ങൾ പറഞ്ഞു, ഇവിടെ വരുമ്പോഴൊക്കെ കുറേ കാര്യങ്ങൾ പറയാറുണ്ട്. നമ്മുടെ ഇടയിൽ നിന്നൊക്കെ നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നവർ വളരെ പ്രതിസന്ധികളുടെ നടുവിലാണ് അവരുടെ ദൗത്യങ്ങളിൽ അവർ ഇടപെടുന്നത്. ആരാധനാ സ്വാതന്ത്ര്യമോ സുവിശേഷീകരണത്തിനുള്ള സ്വാതന്ത്ര്യമോ ഒന്നും അവിടെ ഇല്ലാതെ ഓൺലൈനിലും അങ്ങനെ പരിമിതപ്പെട്ട പല സാഹചര്യങ്ങളിലുമാണ് അവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതിനി ഒരർത്ഥത്തിൽ കുറയാൻ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കുറയാൻ സാധ്യതയില്ല. കർത്താവിൻ്റെ വരവ് അടുക്കും തോറും ഇതൊക്കെ വർദ്ധിക്കാനാണ് സാധ്യത. അപ്പോൾ ഓരോരോ സംസ്ഥാനങ്ങളിലോട്ട് ഇതിങ്ങനെ വിന്യസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ മേഖലകളിലോട്ട് ഇത് വ്യാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൊച്ചു കേരളവും ഒരു പക്ഷേ അധികം വൈകാതെ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളിൽ കൂടിയൊക്കെ കടന്നു പോകേണ്ടി വരാം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതൊക്കെ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രാർത്ഥിക്കാതെ ഇരുന്നിട്ടൊരു തകർച്ച വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദി നമ്മൾ തന്നെയാണ്. പ്രാർത്ഥിച്ചിട്ടൊരു തകർച്ച വന്നാൽ അതിൻ്റെ ഉത്തരവാദി ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതം ആത്യന്തികമായിട്ട് നടക്കും. എന്നാൽ നമ്മുടെ ഉത്തരവാദിത്വമാണ് ആ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചു നോക്കിക്കേ, ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടത എന്നുള്ളത്, പീഡനങ്ങൾ എന്നുള്ളത്, പ്രതിസന്ധികൾ എന്നുള്ളത് ഒരു പുതിയ സംഭവമല്ല. യോഹന്നാന്റെ സുവിശേഷത്തിലേക്കൊന്ന് വരാൻ ഞാൻ ഈ ഭാഗത്ത് നിൽക്കാതെ അവിടെ നിന്ന് മാറി 1-2 കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം അതിൻ്റെ 33-ാമത്തെ വാക്യം വായിക്കാം. യോഹന്നാൻ 16-ന്റെ 33-ാമത്തെ വാക്യം. നിങ്ങൾക്കെന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട്
സംസാരിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം വിശേഷിച്ച് പഠിച്ചാൽ ക്രൈസ്തവ സമൂഹം അഭിമുഖീകരിക്കേണ്ടി വരുന്ന, ആസന്ന ഭാവിയിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒട്ടുവളരെ യാഥാർത്ഥ്യങ്ങളെ യേശു കർത്താവ് തൻ്റെ ശിഷ്യഗണത്തിന്റെ മുൻപിൽ തുറന്നു പറയുന്ന ഒരു സുവിശേഷമായിട്ട് നമുക്ക് കാണാം. അതിലെ ചില വാക്യങ്ങളിൽ കൂടി നമ്മൾ സഞ്ചരിക്കും. അപ്പൊ ശ്രദ്ധിച്ചേ, യേശു പറഞ്ഞു ലോകത്തിൽ നിങ്ങൾക്ക് എന്തുണ്ട്? കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പൊ ക്രിസ്തീയ ജീവിതത്തിൽ പീഡനങ്ങൾ എന്നുള്ളത്, പ്രതിസന്ധികൾ എന്നുള്ളത്, കഷ്ടത എന്നുള്ളത് ഒരു പുതിയ സംഭവമല്ല. ഇതിന്റെ തുടക്കം മുതലേ ഉള്ള ഒരു വസ്തുതയാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ആരെങ്കിലും പീഡിപ്പിക്കപ്പെടാതിരുന്ന, അല്ലെങ്കിൽ കർത്താവിന്റെ മാർഗനിമിത്തം ഒരാൾ പോലും ഉപദ്രവിക്കപ്പെടാതിരുന്ന ഒരു കാലഘട്ടവുമില്ല. എല്ലാ അഖില ലോകത്തിന്റെ കോണുകളിൽ ഏതെങ്കിലുമൊക്കെ ഇടങ്ങളിൽ എന്നും ക്രൈസ്തവ സമൂഹം ഒരു പീഡനത്തിൽ കൂടി, പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകും. അതിന്റെ നടുവിലും സഭയെ ഇന്നയോളം കർത്താവ് നിർത്തിയില്ലേ? പ്രതിസന്ധികളില്ലാഞ്ഞിട്ടല്ല ക്രൈസ്തവ സഭ ഇത്രയും പടർന്നത്, വിശാലമായത് പ്രതികൂലത്തിന്റെ നടുവിൽ തന്നെയാണ്. ശക്തമായ പ്രതികൂലം ഉള്ളപ്പോൾ തന്നെയാണ് ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന അരിമനാഥന്റെ വാക്ക് അന്വർത്ഥമാകത്തക്ക നിലയിൽ ഇന്നും സഭയ്ക്ക് വിശാലത കൈവന്നുകൊണ്ടേയിരിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി കർത്താവിന് ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. അപ്പൊ നാം ഒരർത്ഥത്തിൽ പീഡനങ്ങൾ, പ്രതിസന്ധികൾ മാറാൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഇതിനകത്ത് ദൈവത്തിന് എന്തുണ്ട്? ദൈവത്തിൻ്റെതായിട്ടുള്ള ഒരു പദ്ധതിയുണ്ട്. 2-3 കാര്യങ്ങൾ ഞാൻ അതോട് ബന്ധപ്പെട്ട് പറയാം. പീഡനങ്ങളെ സംബന്ധിച്ച് അതിനകത്ത് എന്തുണ്ട്? പദ്ധതികളുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും ഇത്തരത്തിലുള്ള വസ്തുതകൾ ഇവിടെ നടക്കും, ലോകത്തിൽ നടക്കും. അതിനകത്ത് ചില ഉദ്ദേശങ്ങൾ ഉണ്ട്. അതിലെ ഒരു ഉദ്ദേശം എന്നുള്ളത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാമത്തെ അധ്യായം മുഴുവൻ നമ്മൾ വായിക്കുമ്പോൾ 12-ന്റെ 1-2 വാക്യം മാത്രം ഒന്ന് വായിച്ചു കൊള്ളുക. ശേഷം നമുക്ക് ആ ഭാഗത്തെ വസ്തുതകളെ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. 12-ാമത്തെ അധ്യായം. ആ കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൾ വാൾ കൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവൻ പത്രോസിനെ പിടിച്ചു. അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളായിരുന്നു. അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞിട്ട് ജനത്തിന് മുൻപിൽ നിർത്തുവാൻ ഭാവിച്ചു. തടവിലാക്കി അവനെ കാപ്പാൻ നന്നാലും ചേവകർ ഉള്ള 4 കൂട്ടത്തിൽ ഏൽപ്പിച്ചു. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു. നിങ്ങൾക്ക് ഇതിനകത്തൊന്നും മനസ്സിലായി? 12-ന്റെ 1-ാം വാക്യവും 5-ാം വാക്യവും കൂടി 5 വരെയുള്ള വാക്യം കൂടി ചേർത്ത് പഠിച്ചപ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് ഒരു പാഠമുണ്ട്. പീഡനങ്ങൾ എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ട്. ആദിമ നൂറ്റാണ്ടിൽ നടന്ന ഒരു സംഭവമാണ്. ആ കാലത്ത് ഹെരോദാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് എന്ത് ചെയ്തു? കൈനീട്ടി. യോഹന്നാന്റെ സഹോദരനായിരിക്കുന്ന യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നു. സഭ അത് വലിയ കാര്യമാക്കിയില്ല, ഒരു നോർമൽ സംഭവമായിട്ട് അതിനെ കണക്കാക്കി. പക്ഷേ അടുത്ത വാക്യത്തിൽ പറയുന്നു, അതുകൊണ്ട് കഥ തീർന്നില്ല. അടുത്ത ഭാഗത്ത് പറയുന്നു, പത്രോസിനെ എന്ത് ചെയ്തു? പിടിച്ചു. അടുത്ത ദിവസം പത്രോസിനെയും അതുപോലെ തന്നെ കൊല്ലേണ്ടതിന് വേണ്ടി പിടിച്ചപ്പോൾ സഭയ്ക്ക് കാര്യഗൗരവം പിടികിട്ടി. നമ്മൾ 5-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ, അപ്പൊ പീഡനങ്ങൾ ദൈവം അനുവദിക്കുന്നതിന്റെ പിറകിലുള്ള ഒരു ഉദ്ദേശം സഭയെ ഉണർത്തുക എന്നുള്ളതാണ്. എവിടെയൊക്കെയോ നമ്മുടെ ആത്മീയതയിൽ ഒരു മാന്യം കയറി, മയക്കം കയറി, ആവശ്യത്തിൽ കൂടുതൽ നമുക്ക് സൗകര്യങ്ങൾ വർദ്ധിച്ചപ്പോൾ ആത്മീയത്തിൽ എവിടെയോ നമ്മൾ ഒരു മയക്ക അവസ്ഥയിലോട്ട് കയറി. അത്തരത്തിൽ മയങ്ങിക്കിടക്കുന്ന സഭ ഉണരണമെങ്കിൽ ഇതല്ലാതെ ഒരു വഴിയില്ല.
യാക്കോബിനെ കൊന്നപ്പം ശാന്തമായിരുന്ന സഭ, കാരികപരവുമായിട്ട് അതിനെ കാണാതിരുന്ന സഭ, ആ ഹെരോദാവിന്റെ കരങ്ങൾ പത്രോസിന്റെ മേലും നീട്ടിയപ്പം സഭയ്ക്ക് കാര്യം പിടികിട്ടി. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ലളിതമായി തീരത്തില്ല. അവിടെ സഭ പ്രാർത്ഥനയ്ക്കായി ഉണർന്നു. പ്രിയപ്പെട്ടവരെ, ഒരു വിഷയം വരുമ്പം പ്രാർത്ഥനയ്ക്കായി കൂടുന്നതിനേക്കാൾ നല്ലതാണ് ഒരു വിഷയം വരുന്നതിന് മുൻപേ പ്രാർത്ഥിക്കുന്നത്. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? വിഷയം വന്നിട്ട് പ്രാർത്ഥിക്കാനിരിക്കാതെ വിഷയം വരുന്നതിന് മുൻപേ നാം പ്രാർത്ഥിക്കണം. സിംഹക്കൂട് കണ്ടപ്പോഴല്ല ദാനിയേൽ പ്രാർത്ഥന തുടങ്ങിയത്. ഒരു കൂടുമില്ലാതിരുന്നപ്പം എല്ലാ നിലയിലും പച്ചക്കൊടി അവൻ അനുകൂലമായി പാറിപ്പറക്കുമ്പോഴും ദിവസത്തിലെ 3 നേരം മുട്ടുകുത്താൻ ദാനിയേലിന് കഴിഞ്ഞതുകൊണ്ട് സിംഹക്കുഴി വെളിപ്പെട്ട് വന്നപ്പോൾ ഒരാഴ്ചത്തെ ഫാസ്റ്റിംഗ് പ്രയർ അവന് ചെയ്യേണ്ടി വന്നില്ല. അവനറിയാം, ഒരു കുഴപ്പമില്ലാതിരുന്നപ്പോഴും എൻ്റെ നോർമൽ പ്രയറിന് മുടക്കം വന്നിട്ടില്ല. ഉത്തരവാദിത്തങ്ങളുടെ ബാഹുല്യങ്ങളുടെ ഇടയിലും 3 നേരം മുട്ടുകുത്താൻ ദാനിയേലിന് സമയമുണ്ടായിരുന്നു. ഉത്തരവാദിത്തങ്ങളുടെ ബാഹുല്യത്തിനു നടുവിലും 3 നേരം മുട്ടുകുത്തുവാൻ ദാവീദിന് നേരം ഉണ്ടായിരുന്നു. ദാനിയേൽ പതിവ് പ്രാർത്ഥന തെറ്റിച്ചില്ല. അതുകൊണ്ട് തന്നെ സിംഹത്തിന്റെ ഗുഹയിൽ വീഴുമെന്ന പ്രതിബന്ധം വന്നപ്പോ ലീവ് എടുത്തിട്ട് ഒരാഴ്ച ഓസിച്ച് പ്രാർത്ഥിച്ചെന്നല്ല. ദാനിയേലിന് ഒരു കാര്യം അറിയാം, വിഷയം തുടങ്ങിയപ്പോഴല്ല എൻ്റെ പ്രാർത്ഥന. എൻ്റെ കാര്യമെല്ലാം അനുകൂലമായിരിക്കുമ്പോഴും ദൈവത്തിന് കൊടുക്കേണ്ട സമയം ഞാൻ കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഈ പ്രതിസന്ധിയിൽ കരകയറാൻ എൻ്റെ ഈ നോർമൽ പ്രയർ മതി. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? പ്രതിസന്ധി ഇല്ലാത്തപ്പോഴും ദൈവസന്നിധിയിൽ സമയങ്ങൾ ചിലവിട്ട് പ്രാർത്ഥിക്കുന്നവരെ, ഒരു അഡീഷണൽ പ്രയർ ഇല്ലെങ്കിലും നോർമൽ പ്രയർ റെഗുലർ ആയിട്ട് നടന്നുപോയാൽ ആ ഒറ്റ പ്രാർത്ഥന മതി ഇന്നിന്റെ പ്രതിസന്ധിയെ അതിജീവിച്ചു കയറാൻ. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? പക്ഷെ നമ്മൾ അങ്ങനല്ല. ഞാൻ ഉൾപ്പെടെ നമ്മളിൽ പലരും കാര്യമെല്ലാം സുഖമായിട്ട് പോകുമ്പോൾ നമ്മൾ പ്രാർത്ഥനയല്ല എന്ത് ചെയ്യും? മുടക്കും. എല്ലാ വഴി അടയുമ്പോൾ നമ്മൾ ഒരാഴ്ച 21 ദിവസം 3 ദിവസം ഒരു നേരം കഴിച്ച് അഡീഷണൽ പ്രയർ വേണ്ടി വരുന്നത് എന്തുകൊണ്ടാ? നോർമൽ പ്രയർ പലപ്പോഴും മുടങ്ങിപ്പോകുന്നത് കൊണ്ടാ. അപ്പോ വിഷയങ്ങളല്ല നമ്മളെ പ്രാർത്ഥനാ മുറിയിൽ മുട്ടുകുത്തിക്കേണ്ടത്, ദൈവത്തോടുള്ള നമ്മുടെ ബന്ധമാണ്. എത്ര പേർക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്? അതുകൊണ്ട് ഇവിടെ സഭ ഒരു മയക്കത്തിലോട്ട്, ഗൗരവം നഷ്ടപ്പെട്ടവരായി സഭ തീർന്നപ്പോൾ അവരെ ഒന്നുണർത്താൻ ഒരു പ്രതിസന്ധി ആ കാലഘട്ടത്തിൽ സഭയ്ക്ക് നേരിടേണ്ടി വന്നു. ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിച്ചേ, ഇതാണ് പീഡനങ്ങളുടെ പുറകിൽ ദൈവം ഉദ്ദേശിക്കുന്ന ഒരു ചിത്രം. ഇതാണ് സഭ എന്ത് ചെയ്യണം? ഉണരണം. സഭ ഉണർന്നാൽ പല കാര്യത്തിനും എന്താകും? നടപടിയാകും. സഭ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചപ്പം ഒരു ദൂതൻ എവിടെ ഇറങ്ങി? കാരാഗ്രഹത്തിൽ ഇറങ്ങി. പത്രോസിനെ പുറത്തു കൊണ്ടുവന്നത് ആരാ? ദൂതനാണ്. പക്ഷെ ദൂതനെ കാരാഗ്രഹത്തിൽ ഇറക്കിയത് സഭയുടെ പ്രാർത്ഥനയാണ്. സഭയ്ക്ക് ചിലത് കഴിയുമെന്ന്, സഭയ്ക്ക് ചില അധികാരങ്ങളുണ്ടെന്ന്, പ്രാർത്ഥനയിൽ സഭ സ്ട്രോങ് ആയാൽ മുട്ടുകുത്തേണ്ട ശക്തികൾ നമ്മുടെ മുൻപിൽ മുട്ടുകുത്തും. വിടുവിക്കപ്പെടേണ്ടവർ വിടുവിക്കപ്പെടും. തിരിച്ചറിയുന്നവർ ദൈവത്തിനൊരു മഹത്വം കൊടുത്താട്ടെ. അതുകൊണ്ട് പ്രതിസന്ധി വന്നിട്ട് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ നല്ലതാണ് പ്രതിസന്ധി വരുന്നതിന് മുൻപേ പ്രാർത്ഥിക്കാൻ. സഭ ഗൗരവമായിട്ട് ഉണർന്നു പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഒരാക്ഷൻ എടുത്തു. ഇവിടെ സഭ എന്ന് പറയാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. പലയിടത്തും ദൈവം മാന്യതയുള്ള ദൈവമായതുകൊണ്ട് ആ നില കാത്തെന്നുള്ളതേ ഉള്ളൂ. ഈ 12-ാമത്തെ അധ്യായം പഠിക്കുമ്പം സഭയെന്ന് തീർത്തു പറയാനായിട്ട് പറ്റത്തില്ല. ഇവിടെ ഉണർന്നത് കുറേ സഹോദരിമാരേ ഉള്ളൂ. സ്തോത്രം. നിങ്ങൾ ആ 12-ാമത്തെ അധ്യായം മനസ്സിരുത്തി പഠിച്ചാൽ അറിയാം, നേതൃത്വം ഉൾപ്പെടെ പലരും ഈ മീറ്റിങ്ങിനകത്ത് ഇല്ല എന്നുള്ളതിൻ്റെ തെളിവ് 12-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വന്നേ. 12-ാമത്തെ വാക്യം. ആ ഇതിനൊരു കാര്യമുണ്ട്.
നമുക്കറിയാം ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്ന സമയം ഇപ്പോൾ അത്ര പ്രസക്തമല്ല. കുറേ കാലങ്ങൾക്ക് പുറകിൽ നമുക്കറിയാം കണ്ണൂരിലൊക്കെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ സ്ഥിരമൊരു സംഭവമായിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. എല്ലാ ദിവസത്തിലെ പത്രത്തിലും അവരിങ്ങോട്ട് കൊന്നു, തിരിച്ചു അങ്ങോട്ട് കൊന്നു. അങ്ങനെയൊക്കെയുള്ള ആ സാഹചര്യങ്ങളിൽ സന്ധ്യയായിക്കഴിഞ്ഞാൽ ഒട്ടുമിക്ക വീടുകളിലും അവിടുത്തെ ആണുങ്ങൾ എന്ത് ചെയ്യത്തില്ല, വീടുകളിൽ കാണത്തില്ല. ഏതെങ്കിലുമൊക്കെ ഒളിവിടങ്ങളിലാണെന്നാണ് അവിടുത്തുകാർ പറയുന്നത്. കാര്യം തെരഞ്ഞു പിടിച്ച് പക വീട്ടുവാൻ വേണ്ടി ഓരോ വീടും കയറി ഇറങ്ങുമ്പോൾ മിക്കവാറും ഇടങ്ങളിലൊക്കെ സഹോദരന്മാരെവിടെയായിരിക്കും? ആണുങ്ങൾ ഒളിവിടങ്ങളിലായിരിക്കും. അങ്ങനെയെങ്കിൽ ഇവിടെയും ഒരു സാധ്യത, സഭയ്ക്കെതിരെ പ്രതിസന്ധി ഉണ്ടാകുന്ന സമയം ഒരു പക്ഷേ സഹോദരന്മാരാരും എവിടെ ഇല്ല, കളത്തിലില്ല. അവരൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒളിവിടങ്ങളിലായിരിക്കാം. അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രതിസന്ധി വരുമ്പോൾ വാതിക്കൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ വീട്ടിൻ്റെ വാതിക്കൽ ഒരാൾ മുട്ടുമ്പോൾ ഒരു ബാല്യക്കാരത്തിയെ പറഞ്ഞയക്കത്തില്ല. അതാണ് വേദചിന്തകന്മാർ പറയുന്ന ഒരഭിപ്രായം. രണ്ടാമത്തെ ഒരഭിപ്രായം അതിൻ്റെ താഴേക്ക് വായിച്ചു വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും. 17-ാമത്തെ വാക്യം, അവർ മിണ്ടാതിരിപ്പാൻ അവന് ആംഗ്യം കാട്ടി കർത്താവ് തന്നെ തടവറയിൽ നിന്ന് പുറപ്പെടുവിച്ച വിവരം പറഞ്ഞു കേൾപ്പിച്ചു. ഇത് യാക്കോബിനോടും ശേഷം സഹോദരന്മാരോടും അറിയിപ്പീനെന്ന് പറഞ്ഞു. അപ്പോൾ ആരും ആ നേരം അവിടെ ഇവർ കളത്തിലുണ്ടായിരുന്നെങ്കിൽ ഇവരെ പറഞ്ഞേൽപ്പിക്കത്തില്ല, അവരെ നേരിട്ട് കണ്ടേച്ച് പറഞ്ഞേച്ച് പോയേനെ. അപ്പോൾ ഇങ്ങനെ 2-3 സാധ്യതകൾ അവിടെ ഉള്ളത് കൊണ്ട് ഇത് ഒരു സഹോദരിമാരുടെ കൂട്ടമാണെന്ന് ഭൂരിഭാഗം ചിന്തകരും പറയുന്നുണ്ട്. എന്തുമാകട്ടെ, ഉണരേണ്ട ഒരു കൂട്ടം ഉണർന്നപ്പോൾ പ്രതിസന്ധികളുടെ മേൽ കർത്താവിൻ്റെ നടപടി ഉണ്ടായി. പീഡനങ്ങൾ എന്തുകൊണ്ട്, എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ സഭയെ ഒന്ന് ഉണർത്താനായിരിക്കാം കർത്താവ് പീഡനങ്ങൾ അനുവദിക്കുന്നത്. ഉണരേണ്ട സമയത്ത് നാം ഉണർന്നാൽ പല വിഷയങ്ങളുടെ മേലും കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. സ്തോത്രം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, രണ്ടാമത്തെ ഒരു സാധ്യതയിലേക്ക് വരാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 12-ാമത്തെ അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ 12:26. അതിനാൽ ഒരവയവം കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അവയവങ്ങളൊക്കെയും കൂടെ കഷ്ടം അനുഭവിക്കുന്നു. ഒരവയവത്തിന് മാനം വന്നാൽ അവയവങ്ങളൊക്കെയും സന്തോഷിക്കുന്നു. സഭ എന്നുള്ളത് ക്രിസ്തുവിന്റെ ശരീരമാണ്, തലയാണ് ക്രിസ്തു. ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഈ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. മുണ്ടത്താനം സഭ ക്രിസ്തുവിന്റെ ശരീരമാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന മെമ്പേഴ്സ് ഓരോരുത്തരും ക്രിസ്തുവിന്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. നമുക്കൊരു ശിരസ്സുണ്ട്, അത് ക്രിസ്തുവാണ്. 12-ാമത്തെ അധ്യായത്തിൽ ഗൗരവമുള്ള സത്യം പൗലോസ് ശരീരത്തോട് ബന്ധപ്പെട്ട് സഭയെ തുലനപ്പെടുത്തിക്കൊണ്ട് പറയുമ്പോൾ കുറേ അധികം കാര്യങ്ങൾ ഈ അധ്യായത്തിനകത്ത് പൗലോസ് രേഖപ്പെടുത്തുന്നുണ്ട്. ഈ വായിച്ച വാക്യത്തിനകത്ത് 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണാം. അതിനാൽ ഒരവയവം കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അവയവങ്ങളൊക്കെയും കൂടെ എന്ത് അനുഭവിക്കുന്നു? കഷ്ടം അനുഭവിക്കുന്നു. ഒരവയവത്തിന് മാനം വന്നാൽ അവയവങ്ങളൊക്കെയും കൂടെ എന്ത് ചെയ്യുന്നു? സന്തോഷിക്കുന്നു. അപ്പൊ ശ്രദ്ധിച്ചേ, 2 കാര്യങ്ങൾ, 2 പദങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. 1 വേദന, 2 മാനം. ഒരവയവത്തിന് വേദനയുണ്ടെങ്കിൽ അത് ശരീരത്തെ മുഴുവൻ എന്ത് ചെയ്യും? ബാധിക്കും. 2 സന്തോഷമുണ്ടെങ്കിൽ അതും ശരീരത്തെ മുഴുവൻ എന്ത് ചെയ്യും? രണ്ടാമത് പറഞ്ഞ കാര്യം അത്ര ഈസി അല്ല. നമ്മുടെ ആർക്കെങ്കിലും ഒരു നന്മ ഉണ്ടാകുന്നതിനകത്ത് എപ്പോഴും എല്ലാവർക്കും ഒന്നും എന്തില്ല, സന്തോഷം ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം ലളിതമാണ്, ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് ഇതുവരെ നടന്നിട്ടില്ല. എത്ര കൃപയുണ്ടെന്ന് പറഞ്ഞാൽ, എത്ര അഭിഷേകം ഉണ്ടെന്ന് പറഞ്ഞാൽ, ഇച്ചിരിയൊക്കെ ഒരു അസൂയയും ഇച്ചിരിയൊക്കെ ഒരു കുശുമ്പും ഇച്ചിരിയൊക്കെ സാധനങ്ങളില്ലാത്ത ദൈവദാസന്മാരെ തുടങ്ങിയേക്കും. ദൈവദാസന്മാരുമില്ല, ദൈവമക്കളുമില്ല. പിടികിട്ടുന്നുണ്ടോ? അപ്പം നമ്മൾ ഈ പുറമേ വെളുക്ക ചിരിക്കുമെങ്കിലും ഉള്ളിലിരിപ്പ് പലപ്പോഴും ചിലപ്പം ഉള്ളറിയുന്ന ദൈവത്തിന് നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ? അറിയത്തുള്ളൂ.
അപ്പോൾ ഒരവയവത്തിനൊരു മാനം വന്നാൽ അവയവങ്ങളെല്ലാം സന്തോഷിക്കണം. അതാണ് ദൈവവചനത്തിൻ്റെ കൺസെപ്റ്റ്. അവരൻ്റെ നന്മയിൽ മനസ്സ് തുറന്ന് സന്തോഷിക്കാൻ നമുക്ക് പറ്റണം. നമ്മുടെ സഭയിൽ ഒരാൾക്കൊരു വീട്, കുഞ്ഞുങ്ങൾക്ക് നല്ല ഒരു കല്യാണം, നല്ല ഒരു വിദേശയാത്ര, നല്ല ഒരു മാർക്ക്, ഇതെല്ലാം കിട്ടുമ്പം നമുക്ക് തുറന്ന് സന്തോഷിക്കാൻ കഴിയണം. അതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്രതീക്ഷ. നിങ്ങളുടെ കൊച്ചിന് എല്ലാറ്റിനും A+ കിട്ടുമ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കൊച്ചിനോട് അസൂയ തോന്നുമോ? അവൾക്ക് എല്ലാത്തിനും A+ കിട്ടണ്ടായിരുന്നു, ഒരെണ്ണത്തിന് കുറച്ച് കിട്ടിയാൽ മതിയെന്ന് നമുക്ക് ആർക്കെങ്കിലും ചിന്ത വരുമോ? കുറഞ്ഞ വശം വീട്ടുകാർക്ക് ചിന്ത വരത്തില്ല, ഒരിക്കലും വരത്തില്ല. ഇപ്പം എൻ്റെ കൊച്ചിന് എല്ലാത്തിനും A+ കിട്ടിക്കഴിഞ്ഞാൽ അത്രയും കിട്ടണ്ടായിരുന്നു, അത് അത്ര ശരിയായില്ല എന്നെനിക്ക് തോന്നുമോ? ഇല്ല, ഒരിക്കലും തോന്നത്തില്ല. കാരണം അത് എൻ്റെ കൊച്ചാ. സ്തോത്രം. എന്നാൽ വേറെ ഒരു കൊച്ചിന് കിട്ടുമ്പം നമ്മുടെ അകത്ത് വരേണ്ട മനോഭാവം ഇതാണ്. കാരണം എൻ്റെ കൊച്ച്, എൻ്റെ കുടുംബം, എൻ്റെ തലമുറ എന്നുള്ള ഒരു കൺസെപ്റ്റ് വരുമ്പോൾ സഭയെക്കുറിച്ച് തമ്പുരാൻ പറയുന്നത് എന്താണ്? സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും. ഒരർത്ഥത്തിൽ നമ്മളെല്ലാം പല കുടുംബങ്ങളിലെ അംഗങ്ങളാണെങ്കിലും സഭ എന്ന കൺസെപ്റ്റിൽ വരുമ്പോൾ നമ്മളെല്ലാം ഒരു വലിയ കുടുംബത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ സഭയുടെ അകത്ത് ഒരാൾക്കൊരു വാഹനം കിട്ടുമ്പോൾ, ഒരാൾക്കൊരു നന്മയുണ്ടാകുമ്പോൾ, ഒരാളെ ദൈവം കൃപാവരങ്ങളാൽ ഉപയോഗിക്കുമ്പോൾ, ഒരാളുടെ ശുശ്രൂഷ ശോഭിക്കുന്നുവെന്ന് കാണുമ്പം അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കുറ്റം കണ്ടുപിടിക്കുകയല്ല, അതിനകത്ത് സന്തോഷിക്കാൻ. കർത്താവേ, എനിക്ക് പറ്റാത്തത് അവർക്ക് പറ്റിയല്ലോ, ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങനെ ഒരാളെ ഉയർത്തിയല്ലോ, അങ്ങനെ ഒരു റിസൾട്ട് കൊടുത്തല്ലോ എന്ന് ഓർത്ത് സ്തോത്രം പറയാൻ നമുക്ക് എന്ത് ചെയ്യണം? പറ്റണം. അതാണ് സഭ എന്നുള്ള നിലയിൽ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി. സദ്യക്കെല്ലാം നന്നായിരുന്നാലും നാട്ടുകാർ പറയുന്ന ഒരു ചൊല്ലുണ്ട്, പഴത്തിന്. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഏറ്റവും ലാസ്റ്റ് നമ്മൾ കണ്ടെത്തുന്നത് എന്തായിരുന്നു? പഴത്തിന് ഉപ്പില്ലായിരുന്നു. നമുക്ക് ഈ കുറവ് കണ്ടെത്താനുള്ള കാഴ്ചപ്പാട് ദൈവസഭയുടെ അകത്ത് നിന്ന് ഒത്തിരി കൂടിക്കൊണ്ടിരിക്കുകയാണ്. കുറവ് അവനവൻ്റെ കാണുവാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. നമ്മൾ ഈ കാണുന്ന മുഴുവൻ ആരുടെയാ? വല്ലവരുടെയാണ്. അതാണ് ഈ ഏറ്റവും വലിയ കുഴപ്പം. ഞാനിപ്പോൾ എൻ്റെ കുറവം കണ്ടുപിടിക്കുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമാണ്. അങ്ങനെ എല്ലാവരും കാണുവാണെങ്കിൽ നമ്മളൊക്കെ ഒത്തിരി മെച്ചപ്പെട്ടേനെ. പക്ഷേ നമ്മുടെ കുഴപ്പം, നമ്മുടെ കുറ്റം കാണാൻ നമുക്ക് എന്തില്ല? അവരൻ്റേത് കാണാൻ നമുക്ക് എക്സ്ട്രാ ലെൻസ് വെച്ചേക്കുക. അതുകൊണ്ട് പലപ്പോഴും നമുക്ക് നന്മയ്ക്കകത്തും ഒരു തിന്മ കാണാനാണ് പറ്റുന്നത്. പാടില്ല പ്രിയപ്പെട്ടവരെ. സഭ എന്നുള്ളതൊരു കുടുംബമാണെങ്കിൽ ഒരവയവത്തിനൊരു മാനം വന്നാൽ അതിനകത്ത് സന്തോഷിക്കാൻ പറ്റണം. അങ്ങനൊന്നും ഇന്ന് എല്ലാവർക്കും പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റുന്നില്ലെന്നേ ഉള്ളൂ. പറ്റുന്ന ഇടമുണ്ട്. ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന സഭകൾ അങ്ങനെ ഉണ്ട്. അവരുടെ നന്മയിൽ ആനന്ദിക്കുന്ന കൂട്ടങ്ങളുണ്ട്. നമുക്ക് പറ്റുന്നില്ലെന്നോർത്ത് ലോകത്തിൽ ആർക്കും പറ്റുന്നില്ലെന്ന് വിചാരിക്കരുത്. ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം അവരന്റെ നന്മയിൽ അവന് ഹൃദയം തുറന്ന് സന്തോഷിക്കാൻ കഴിയും. എത്ര പ്രിയപ്പെട്ടവർ ഇന്ന് പകലിൽ ആഗ്രഹിക്കുന്നുണ്ട്, കർത്താവേ, അങ്ങനെ ഒരു മനസ്ഥിതി എന്നിലില്ലെങ്കിൽ അവിടുത്തെ സാന്നിധ്യത്താൽ എന്നെ ആ ഒരു തലത്തിലോട്ടൊന്ന് ഉയർത്തിക്കൊണ്ടുവരണമെന്ന് മനസ്സു തുറന്നൊന്ന് ആഗ്രഹിക്കാൻ, അങ്ങനെ ഒരു കൃപയുടെ പകർച്ച എൻ്റെ മേൽ ഉണ്ടാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഒരവയവത്തിന് മാനമുണ്ടായാൽ അത് ശരീരത്തിന് മുഴുവൻ എന്തുണ്ടാക്കണം? സന്തോഷം ഉണ്ടാക്കണം. സ്തോത്രം. വാലല്ല തലയാക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് അന്തരീക്ഷം ഉണ്ടാവും. ഇങ്ങനെയുള്ള കാര്യം പറയുമ്പോൾ ഉള്ള അന്തരീക്ഷം എന്ത് ചെയ്യും? പോകും. ഒത്തിരി അന്തരീക്ഷം പോകാനായിട്ട് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് മടങ്ങി വരികയാണ്. അപ്പോൾ ഒരു അവയവത്തിന് മാനമുണ്ടാകുമ്പോൾ ശരീരമൊക്കെയും സന്തോഷിക്കുന്നു. അപ്പം തന്നെ ഒരവയവത്തിന് വേദന ഉണ്ടാകുമ്പം ശരീരം മുഴുവൻ എന്ത് ചെയ്യുന്നു? വേദനപ്പെടുന്നു. ആദ്യത്തേത് പലപ്പോഴും നടക്കുന്നില്ലെങ്കിലും രണ്ടാമത്തേത് പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? അകാരണമായി ഒരുവൻ പീഡിപ്പിക്കപ്പെടുന്നു എന്നറിയുമ്പം ഇടയ്ക്കെങ്കിലും നമ്മുടെ മനസ്സ് നോവാറില്ലേ? ആത്മാർത്ഥമായി നാം പ്രാർത്ഥിക്കാറില്ലേ? ജോസ് പാപ്പച്ചൻ നമ്മുടെ ആരുമല്ല, അവരെപ്പോലെ ഒത്തിരി പേര് ജയിലിൽ കിടപ്പുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ വാർത്ത വൈറലായി. എത്ര ആയിരക്കണക്കിന് ആളുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു.
നമ്മുടെ അമ്മാച്ചൻ്റെ ആരേലും ആണോ അവർ? അല്ല. എങ്കിലും കർത്താവിൻ്റെ നാമം നിമിത്തം അകാരണമായിട്ട് അവർ ജയിലറയിൽ അടയ്ക്കപ്പെടുന്നു. ശാരീരിക സ്ഥിതി മോശമാണെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ ഇടയ്ക്കെങ്കിലും കണ്ണു നനഞ്ഞ് പ്രാർത്ഥിച്ചില്ലേ, കർത്താവേ അവർക്കൊരു ജാമ്യം കൊടുക്കണമെന്ന്? ഹല്ലേലൂയ. അപ്പൊ എന്തിനു ദൈവം പീഡനം അനുവദിക്കുന്നു എന്ന് ചോദിച്ചാൽ, ദൈവമക്കൾ തമ്മിലുള്ള സ്നേഹം വർദ്ധിക്കണമെങ്കിൽ ഇത്തരത്തിൽ ചില പ്രതിസന്ധികൾ നമ്മുടെ ഇടയിൽ ഉണ്ടായാൽ ഐക്യം വർദ്ധിക്കും, സ്നേഹം വർദ്ധിക്കും, നമ്മുടേതെന്നുള്ള വിചാരം വരും. ഈ ചിന്തയിലോട്ട് ചില അഴിച്ചുപണികൾ നടത്തപ്പെടും. തിരിച്ചറിയുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്? അപ്പോൾ പീഡനങ്ങളുടെ രണ്ടാമത്തെ, സഭയോട് ബന്ധപ്പെട്ട് നടക്കുന്നതിൻ്റെ രണ്ടാമത്തെ ഉദ്ദേശം ദൈവമക്കൾ തമ്മിലുള്ള സ്നേഹം, ഐക്യത, ആത്മാർത്ഥത ഇതൊക്കെ വർദ്ധിക്കണമെങ്കിൽ എത്ര പണക്കമുണ്ടെങ്കിലും നമ്മളുടെ ഒരാൾ മരണക്കിടക്കലായാൽ ഒരു വാക്കെങ്കിലും നമ്മൾ അവർക്ക് വേണ്ടി സ്തോത്രം ചെയ്യാതിരിക്കുമോ? ഇനി ഏറ്റവും ലളിതമായി പറഞ്ഞാൽ, നമുക്ക് പാര വെച്ച ആളാണെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾ പറയും, കർത്താവേ ഒന്ന് സൗഖ്യമാക്കണേ, ഒന്ന് ആരോഗ്യം കൊടുക്കണേ. അങ്ങനെയെങ്കിലും പ്രാർത്ഥിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്നാ മനസ്സാണെന്നും എനിക്കറിയത്തില്ല. അങ്ങനെയുള്ള മനസ്സുതിയൊന്നും നമ്മളിൽ ആർക്കും ഇല്ല. ഒരു സ്തോത്രം പറഞ്ഞേരേ. അപ്പം നമുക്ക് ദ്രോഹം ചെയ്ത ഒരാളാണെങ്കിലും ഒരു പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോൾ നമ്മൾ അറിയാതെയെങ്കിലും, കർത്താവേ എന്നോട് ചെയ്തതൊന്നും ഓർക്കാതെ ആ മനുഷ്യന് സൗഖ്യം കൊടുക്കണമെന്ന് പറയുമ്പോൾ മനസ്ഥിതിക്കകത്തൊരു അഴിച്ചുപണി നടക്കുകയാ. ബന്ധങ്ങളുടെ ഇടയിൽ ആ വിടവുകൾ നികത്തപ്പെടുകയാണ്. പീഡനങ്ങൾ വരരുത്, അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. പക്ഷേ പീഡനങ്ങൾ ദൈവം അനുവദിക്കുമ്പോൾ ഇങ്ങനെ കൂടെ ദൈവത്തിന് ഇതിനകത്തൊരു ഉദ്ദേശമുണ്ട് എന്നൊരു തിരിച്ചറിവ് നമ്മുടെ അകത്തോട്ട് കടക്കുന്നത് നല്ലതാണ്. പ്രൈസ് ദി ലോർഡ്. ഈ അവയവങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറേ കാര്യങ്ങളുണ്ട്. ഒരു 3-4 വാക്യം വേഗത്തിലൊന്ന് വായിച്ചു വിടാമോ? 1 കൊരിന്ത്യർ ലേഖനം 12-4 വാക്യം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ. ശരീരത്തിൽ പല അവയവങ്ങളുണ്ട്. ആവശ്യമില്ലാത്ത ഏതേലും അവയവം ആരുടെയും ശരീരത്തിലുണ്ടോ? ആവശ്യമില്ലാത്ത ഏതേലും. നമ്മൾ വണ്ടി വാങ്ങിക്കുമ്പോൾ സ്റ്റെപ്പിന് ടയർ കിട്ടും. സ്റ്റെപ്പിന് ഇല്ലേലും വണ്ടി എന്ത് ചെയ്യും? ഓടത്തില്ലേ? സ്റ്റെപ്പിന് ഉണ്ടെ പിന്നെ പ്രയോജനമുണ്ട്. കറുകച്ചാലിന് പോകാൻ നേരത്ത് പത്തനാടി എന്ന വണ്ടി എന്തായി? ഒരു ടയർ പഞ്ചറായി. സ്റ്റെപ്പിന് ഉണ്ടെങ്കിൽ നമ്മൾ അന്നേരം വണ്ടി അങ്ങോട്ട് സൈഡോട്ട് ഒതുക്കിയിട്ട് ഈ പഞ്ചറായ ടയർ മാറ്റി സ്റ്റെപ്പിന് കയറ്റിയിട്ട് യാത്ര തുടരാം. പക്ഷെ സ്റ്റെപ്പിനി ഇല്ലാത്ത എത്രയോ വണ്ടിയുണ്ട്. നമുക്ക് സ്റ്റെപ്പിനി ആയിട്ട് ഏതെങ്കിലും ഒരു അവയവം ഉണ്ടോ? 3 കൈയുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? 2 മൂക്കുള്ള ആരെങ്കിലും ഉണ്ടോ? 4 ചെവിയുള്ള ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ ശരീരത്തിൽ ദൈവം സ്റ്റെപ്പിനി ആയിട്ട് ഒരവയവം പോലും വെച്ചിട്ടില്ല. പിടികിട്ടുന്നുണ്ടോ? ശരീരത്തിലുള്ള അവയവങ്ങൾക്ക് വലിപ്പച്ചെറുപ്പമുണ്ട്. ഭംഗി കുറഞ്ഞതുണ്ട്, ഭംഗി കൂടിയതുണ്ട്. അതുകൊണ്ട് നിന്നെ എൻ്റെ ശരീരത്തിൽ വേണ്ടെന്ന് ശരീരത്തിന് പറയാൻ പറ്റത്തില്ല. കാരണം ഒരവയവത്തിന്റെ ഡ്യൂട്ടി അല്ല മറ്റൊരവയവത്തിനുള്ളത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഒന്നാമത്തെ വസ്തുത, ശരീരത്തിലെ എല്ലാ അവയവങ്ങളുടെയും ഡ്യൂട്ടി ഒന്നല്ല, വ്യത്യസ്തമാണ്. ഇതുപോലെ ദൈവസഭയ്ക്കകത്തും നമ്മുടെ ഓരോരുത്തരുടെയും ഡ്യൂട്ടി വ്യത്യസ്തമാണ്. അതുകൊണ്ട് നാം എല്ലാ അവയവങ്ങളെയും പരിഗണിച്ചേ പറ്റൂ. രണ്ടാമത്തെ കാര്യം 12-12 വാക്യം. 12-12 വാക്യം. ശരീരം ഒന്നും അതിന് അവയവം പലതും, ശരീരത്തിന്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരവും ആയിരിക്കുന്നത് പോലെ ആകുന്നു ക്രിസ്തുവും. കണ്ടോ, അവയവങ്ങൾ പലതാണെങ്കിലും ശരീരം ഒന്നാണ്. എന്ന് വെച്ചാൽ ഒരൈക്യതയുടെ വ്യാപാരം ദൈവം അവിടെ ആഗ്രഹിക്കുന്നുണ്ട്. 12-22 വാക്യത്തിലേക്ക് വരാം. മൂന്നാമത്തെ കാര്യം അവിടെ കിടപ്പുണ്ട്. 22 വാക്യം. ശരീരത്തിൽ ബലം കുറഞ്ഞവയെന്ന് തോന്നുന്ന ശരീരത്തിൽ ബലം കുറഞ്ഞവയെന്ന് തോന്നുന്നവയ്ക്ക് അവയവങ്ങൾ തന്നെ ആവശ്യമുള്ളവയാകുന്നു. കണ്ടോ, അപ്പൊ ആവശ്യമില്ലാത്ത ഒരു അവയവങ്ങളും ശരീരത്തിലില്ല. അവയവങ്ങൾ ശരീരത്തിൽ ആവശ്യമുള്ളവയാണ്. താഴേക്ക് വായിച്ചു വരുമ്പം മാനം കുറഞ്ഞവയുണ്ട്, ബലം കുറഞ്ഞവയുണ്ട്, കൂടിയവയുണ്ട്. ഇതിനെയെല്ലാം കൂടി ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഈ ശരീരത്തിന്റെ ഫങ്ഷൻ നടക്കുന്നത്. 12-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിൽ ഓരോ അവയവത്തിന്റെയും സ്ഥാനനിർണയം
ഈ ശരീരത്തെ സൃഷ്ടിച്ച ദൈവം നിർണയിച്ച ഇടത്താണ് ഓരോ അവയവങ്ങളും ഇരിക്കുന്നത്. അപ്പൊ ശ്രദ്ധിച്ചേ, രണ്ടാമത്തെ പീഡനങ്ങളുടെ അകത്തുള്ള ദൈവിക ഉദ്ദേശം ദൈവമക്കൾ തമ്മിലുള്ള സ്നേഹവും ഐക്യതയും ആത്മാർത്ഥതയും ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടി കൂടിയാകാം പീഡനങ്ങൾ ദൈവസഭകളിൽ ദൈവം അനുവദിക്കുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം പറഞ്ഞ് ദീർഘമാക്കാതെ ഞാൻ ചുരുക്കാം. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്നുള്ളത്, ലോകം ദൈവസഭയ്ക്ക് ഒരു കാലത്തും എന്തല്ല, അനുകൂലമല്ല. യോഹന്നാന്റെ സുവിശേഷത്തിനകത്ത് അതിനെ സംബന്ധിച്ച് വളരെ കാര്യങ്ങൾ ഉണ്ട്. ദൈവസഭയ്ക്ക് ലോകം ഒരു കാലഘട്ടത്തിലും ലോകം ദൈവസഭയ്ക്ക് അനുകൂലം ആയിരിക്കുന്നില്ല. സ്തോത്രം. യേശു കർത്താവ് അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ ലോകം എന്നെ പകച്ചു, നിങ്ങളെയും എന്ത് ചെയ്യും? സ്തോത്രം. പച്ചമരത്തോട് ഇങ്ങനെ ചെയ്തുവെങ്കിൽ അപ്പോൾ അതിൽ കൂടുതലൊന്നും നമുക്ക് ഒരർത്ഥത്തിൽ പ്രതീക്ഷിക്കാനില്ല. ഇനി എന്തെങ്കിലുമൊക്കെ ദൈവം നമുക്ക് തരുന്നുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ കൃപയൊന്ന് ഓർത്താൽ മതി. പ്രൈസ് ദി ലോർഡ്. അപ്പം ലോകം എന്നെ പകച്ചു, അതുകൊണ്ട് എന്നോട് ബന്ധപ്പെട്ട എൻ്റെ ശരീരമാകുന്ന നിങ്ങളെയും ലോകം എന്തു ചെയ്യും? പകയ്ക്കും. ഇതൊരു കനത്ത മുന്നറിയിപ്പാണ് ദൈവസഭകൾക്ക് കർത്താവ് നൽകുന്നത്. എന്താണ് ഈ ലോകം? ലോകത്തെ പ്രധാനമായിട്ടും 3 അർത്ഥത്തിലാണ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്. പ്രധാനമായിട്ടും 3 അർത്ഥത്തിൽ. ഒന്ന്, ഈ പ്രപഞ്ചത്തെയാണ് ലോകമെന്ന് പറഞ്ഞിരിക്കുന്നത്. 2 വാക്യങ്ങൾ വായിക്കാം, അല്ലെ ഒരു വാക്യം വായിച്ചാൽ മതി. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 17-ാമത്തെ അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട്. എബ്രായ ലേഖനം 11:3 കൂടി ചേർത്ത് വായിച്ചു. എബ്രായ ലേഖനം 11:3 കൂടി. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല. ഇവിടെ ഈ 2 വാക്യത്തിൽ പറയുന്ന ലോകം എന്നുള്ളത് ഈ പ്രപഞ്ചത്തെയാണ് ഇവിടെ ലോകം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. മനസ്സിലായെന്ന് കരുതുന്നു, വിശദീകരണം വേണ്ടല്ലോ. രണ്ടാമത്തെ കാര്യം, യോഹന്നാന്റെ സുവിശേഷം 3:16, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ നൽകുവാൻ തക്കവണ്ണം ദൈവം ആരെ സ്നേഹിച്ചു? ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തെ എന്നുള്ളതല്ല, അവിടെ ലോകം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് മാനവകുലത്തെ സ്നേഹിച്ചു, നമ്മളെ ഓരോരുത്തരെയും സ്നേഹിച്ചു. അപ്പൊ ലോകമെന്ന് പറയുമ്പോൾ ചിലയിടത്ത് അതിനെ പ്രപഞ്ചം എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്, മറ്റു ചിലയിടത്ത് മാനവകുലത്തെയാണ് ലോകമെന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട വസ്തുത, റോമാലേഖനം 12:1-2 വായിക്കുമ്പോൾ ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി നിങ്ങൾ എന്ത് ചെയ്യണം? രൂപാന്തരപ്പെടണം. എന്ന് വെച്ചാൽ സാത്താന്യ വ്യവസ്ഥിതിയെയാണ് ഇവിടെ ലോകമെന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ലോകത്തിൽ സാത്താന്റെ ഒരു വ്യവസ്ഥിതി കിടപ്പുണ്ട്, അതിനോട് നമ്മൾ അനുരൂപപ്പെടരുത്. അപ്പോ 3 അർത്ഥത്തിൽ ലോകം ബൈബിളിൽ പറയുന്നുണ്ട്. 1, നാം അധിവസിക്കുന്ന ഈ പ്രപഞ്ചം. 2, മാനവകുലം. 3, സാത്താന്യ വ്യവസ്ഥിതിക്ക് കീഴിലാണ് ഇന്നത്തെ മാനവകുലം മുഴുവൻ. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. ശ്രദ്ധിച്ചു നോക്കിക്കേ, ലോകത്തെ സംബന്ധിച്ച് ബൈബിളിൽ നിരവധി വാക്യങ്ങളുണ്ട്. അപ്പൊ സാത്താൻ കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യവസ്ഥിതി ഇന്ന് ഈ ലോകത്തിലുണ്ട്. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, 1-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ ദുഷ്ടലോകം. യോഹന്നാനിൽ പറയുന്നുണ്ട്, ഈ ദുഷ്ടലോകത്തിൽ എന്ന് പറയുമ്പം ദുഷ്ടനാണ് ഇപ്പോൾ ഈ ലോകത്തിന്റെ മേൽ എന്ത് ആധിപത്യം പുലർത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ലോകം സഭയ്ക്ക് അനുകൂലം അല്ലാത്തത് കൊണ്ടാണ് നമുക്ക് പീഡനങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടാകുന്നത്. 1-2 വാക്യങ്ങൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 15:18 വായിച്ചേ. യോഹന്നാൻ 15:18 വാക്യം. ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുൻപേ എന്നെ പകച്ചിരിക്കുന്നു എന്നറിയാം. ലോകം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാം, യേശുവിനെ പകച്ച സംവിധാനം എന്താണോ അതിൻ്റെ പേരാണ് ലോകം. മനസ്സിലാവുന്നുണ്ടല്ലോ? യേശുവിനെ പകച്ച സംവിധാനം എന്താണോ അതിൻ്റെ പേരാണ് ലോകം. അപ്പോൾ ലോകം
എന്നെ പകച്ചു, അതുകൊണ്ട് നിങ്ങളെ എന്ത് ചെയ്യും? ഇനി അതിന്റെ 19-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 15-ന്റെ തന്നെ 19. നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. അപ്പൊ നമ്മൾക്ക് പീഡനം എന്തുകൊണ്ടാണ്? നമ്മൾ ലോകക്കാരല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ലോകക്കാർക്ക് എന്തില്ല? പീഡനമില്ല. പീഡനം ഉള്ളത് ആർക്കാണ്? ലോകക്കാര് അല്ലാത്തവർക്കാണ്. അപ്പൊ പീഡനം ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരു കാര്യം ഉറപ്പിക്കണം, നമ്മൾ ഈ ലോകത്തിനുള്ളവരല്ല, ഞാൻ ദൈവത്തിനുള്ളവനായതുകൊണ്ടാണ് പ്രതീക്ഷിക്കാത്ത ചില പ്രതിസന്ധികളും തിരിച്ചടികളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നേരിടുമ്പോൾ ഞാൻ ആരാണെന്നൊരുറപ്പ് എൻ്റെ അകത്ത് ദൈവം തരികയാ. നീ ലോകത്തിനുള്ളവനല്ല, നീ സാത്താനുള്ളവനല്ല, നീ മതത്തിനുള്ളവനല്ല, നീ ഏതെങ്കിലും വ്യവസ്ഥിതിക്കുള്ളവനല്ല. അങ്ങനെ ഉള്ളവനായിരുന്നെങ്കിൽ നിനക്കൊരു പ്രതിസന്ധി ഉണ്ടാകുമായിരുന്നില്ല. പക്ഷെ നിനക്കൊരു പ്രതിസന്ധി ഉണ്ടാകുന്നതിൻ്റെ കാരണം നീ എനിക്കുള്ളവനായതുകൊണ്ടാണ്. കാരണം എന്നെ ലോകം പകച്ചത് കൊണ്ട് എനിക്കുള്ളവരെയും എക്കാലത്തും ലോകം പകയ്ക്കും. 17-ാമത്തെ അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. 17-ന്റെ 16, യോഹന്നാന്റെ സുവിശേഷം 17:16. ഞാൻ ലൗകികനല്ലാത്തതുപോലെ നിങ്ങളും ലൗകികന്മാരല്ല. അങ്ങനെ നിലകൊള്ളണമെന്നാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ ലോകത്തോട് ബന്ധപ്പെട്ട് കുറേ അധികം കാര്യങ്ങൾ നമുക്ക് ഉണ്ട്. വേണമെങ്കിൽ ഓരോ വാക്യങ്ങളൊന്ന് വായിക്കാം. എല്ലാവർക്കും വലിയ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, എങ്കിലും ആവശ്യമുള്ള കുറച്ച് പേരുണ്ടെന്ന് ഉള്ളതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല, ഓരോ വാക്കിൽ വായിപ്പിച്ച് വിടാം. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 30-ാമത്തെ വാക്യം. അവിടെ പറയുന്നു, ഈ ലോകത്തിന് എന്തുണ്ട്? ഒരു പ്രഭു ഉണ്ട്. ലോകത്തിന് എന്തുണ്ട്? ഒരു പ്രഭു ഉണ്ട്. 14:30. ലോകത്തിന്റെ പ്രഭു വരുന്നു. അപ്പൊ ഈ വ്യവസ്ഥിതിക്ക് ആരുണ്ട്? ഒരു പ്രഭു ഉണ്ട്. 2 കൊരിന്ത്യർ ലേഖനം 4-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ കണ്ണെന്ത് ചെയ്യുന്നു? അപ്പൊ ഈ ലോകത്തിനൊരു പ്രഭുവുണ്ട്. 2, ഈ ലോകത്തിനൊരു ദൈവമുണ്ട്. എന്താണ് ആ ദൈവത്തിന്റെ കാര്യപരിപാടി? അവിശ്വാസികളുടെ കണ്ണിനെ കുരുടാക്കുക. അതാണ് സാത്താന്റെ ഏറ്റവും വലിയ പദ്ധതി. പുറം കണ്ണ് കുരുടാക്കുക എന്നുള്ളതല്ല, തേജസ്സുള്ള ദൈവത്തിന്റെ സുവിശേഷം ഹൃദയങ്ങളുടെ അകത്ത് പ്രകാശിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ എന്ത് ചെയ്യുന്നു? കുരുടാക്കുന്നു. ഒരു കാലത്ത് സത്യദൈവത്തെ അറിയാതെ അകക്കണ്ണടയപ്പെട്ടിരുന്ന നമ്മുടെ അകക്കണ്ണുകളെ ദൈവം തുറന്നതുകൊണ്ടാണ് നമുക്ക് ഈ സത്യദൈവത്തെ അറിയാനും ആരാധിക്കാനും കഴിഞ്ഞത്. ദൈവം നമ്മുടെ കണ്ണുകളെ തുറന്നത് കൊണ്ടാണ്. കരങ്ങൾ ഉയർത്തി കർത്താവിന് ഒരു സ്തോത്രം പറയാം. കണ്ണുകൾ തുറക്കപ്പെടാത്തവരിന്നും അജ്ഞമായ അന്ധമായ പല ആരാധനയുടെ വ്യവസ്ഥിതിയുടെ കീഴിൽ കിടക്കുമ്പോൾ നമ്മുടെ കണ്ണ് തുറന്ന് ഈ സത്യദൈവത്തെ കുറിച്ചുള്ള വിവേകം നമ്മുടെ അകത്തു തന്ന് ദൈവത്തെ ആരാധിക്കാൻ നമുക്കിട വന്നത് ലോകം അടച്ചുവെച്ച, ലോകം കുരുടാക്കിയ, സാത്താൻ അന്ധമാക്കിയ നമ്മുടെ കണ്ണുകളെ നമ്മുടെ കർത്താവ് തുറന്നത് കൊണ്ടാണ്. ആത്മീക ഭാഷയിൽ പറഞ്ഞാൽ ഹൃദയത്തിന്റെ ദൃഷ്ടിയെ ദൈവം എന്ത് ചെയ്തു? പ്രകാശിപ്പിച്ചു. അപ്പൊ ലോകത്തിന് ദൈവമുണ്ട്, ലോകത്തിന് ഒരു പ്രഭുവുണ്ട്. ലോകത്തിന്റെ ദൈവത്തിന്റെ പദ്ധതി എന്താണ്? മനുഷ്യന്റെ കണ്ണ് കുരുടാക്കുക എന്നുള്ള. സത്യമേത്, മിഥ്യേത്, നല്ലതേത്, തീയതേത്, ഇതിനെയൊക്കെ തിരിച്ചറിയണമെങ്കിൽ കണ്ണ് വേണം. അല്ല, ഒന്നുകൂടി കടത്തി പറഞ്ഞ കാഴ്ചപ്പാട്. പുറം കണ്ണ് അന്ധമാണെങ്കിൽ നല്ലതും തീയതും നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോകും. പുറം കണ്ണ് 500 രൂപയുടെ ഒരു നോട്ട് ഒരാളുടെ കയ്യിലോട്ട്, കണ്ണ് കാണാൻ വയ്യാത്ത ഒരാളുടെ കയ്യിലോട്ട് കൊടുത്താൽ പുള്ളിക്ക് അത് എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. എന്നാൽ പോളിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാൻഡ് പേപ്പർ കൊടുത്താൽ പുള്ളി അകത്ത് നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പരുവരുപ്പ് കാണും. അപ്പം പുള്ളി വിചാരിക്കും മുമ്പിലത്തേക്കാൾ എന്തോ വിശേഷതയുള്ള കാര്യമാണ്. 500 രൂപ ചുരുട്ടിക്കളയുന്നയാൾ ചിലപ്പോൾ സാൻഡ് പേപ്പർ മടക്കി പോക്കറ്റിൽ വെച്ചെന്നിരിക്കും. കാരണം സ്പർശനം കൊണ്ട് പുള്ളിക്ക് എന്തോ ഒരു സവിശേഷത തോന്നി. പക്ഷെ പുള്ളി അറിയുന്നില്ല സാൻഡ് പേപ്പറിൻ്റെ വിലയല്ല മുമ്പ് തന്ന 500ൻ്റെ നോട്ടിൻ്റെ വില.
മനസ്സിലാകുന്നുണ്ടോ? കണ്ണന്തമാണെങ്കിൽ നമുക്ക് ചിലതിനെ തിരിച്ചറിയാൻ കഴിയാതെ പോകും. സത്യത്തെയും മിഥ്യയെയും ശരിയെയും തെറ്റിനെയും കാണാൻ കഴിയാതെ നമ്മുടെ അകക്കണ്ണുകളെ അന്ധമാക്കിയ കാലഘട്ടത്തിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ദൃഷ്ടിയെ നമ്മുടെ കർത്താവ് പ്രകാശിപ്പിച്ചു. സുവിശേഷം നമ്മുടെ അകത്ത് ശോഭിച്ചു. അതുകൊണ്ട് നല്ലതും തീയതും, ഈ വേണ്ടത് ഏത് വേണ്ടാത്തതേത് എന്ന് തിരിച്ചറിയാനും തിരഞ്ഞെടുപ്പ് നടത്താനും സാധ്യമായത് നമ്മുടെ അകക്കണ്ണുകൾ തുറക്കപ്പെട്ടതുകൊണ്ടാണ്. അപ്പോൾ ലോകത്തിന് ദൈവമുണ്ട്, ലോകത്തിനൊരു പ്രഭുവുണ്ട്. 1 യോഹന്നാൻ 2:17 ലോകത്തിന് മോഹമുണ്ട്, ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. യാക്കോബിൻ്റെ ലേഖനം 1:27 വിശദീകരിക്കണ്ടല്ലോ. ലോകത്തിൻ്റെ ഒരു കളങ്കമുണ്ട്. പിടികിട്ടുന്നുണ്ടോ? എന്തെല്ലാം ഇപ്പൊ പറഞ്ഞു? ലോകത്തിന് ദൈവമുണ്ട്, ലോകത്തിന് പ്രഭുവുണ്ട്. 2, 3 ലോകത്തിൻ്റെ മോഹമുണ്ട്. 4 ലോകത്തിനൊരു കളങ്കമുണ്ട്. 4 ലോകത്തിനുമുണ്ട് സ്നേഹം. യാക്കോബിൻ്റെ ലേഖനം 4-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം. ലോകസ്നേഹം. അപ്പൊ ദൈവമക്കൾക്ക് മാത്രമല്ല സ്നേഹം, ലോകത്തിന് എന്തുണ്ട്? സ്നേഹമുണ്ട്. കണ്ടോ, ലോകത്തോട് ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. 2 പത്രോസ് 1:4 വരുമ്പോൾ അവിടെ പറയുന്നു, ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട്. അപ്പം നാശം വരുത്തുന്ന മോഹങ്ങൾ എവിടെ ഉണ്ട്? ലോകത്തിനുണ്ട്. ബാക്കി നിങ്ങൾക്ക് ഹോംവർക്കിന് വേണ്ടി വിട്ടുതരികയാണ്. ഇത്രയും കാര്യം ഓർക്കുക. ഇതൊരു വ്യവസ്ഥിതിയാണ് ഈ ലോകമെന്ന് പറയുന്നത്. സാത്താൻ ആധിപത്യം നടത്തുന്ന ഒരു വ്യവസ്ഥിതിയാണ് ബൈബിൾ ലോകമെന്ന് പറയുന്നത്. ആ വ്യവസ്ഥിതി എപ്പോഴും ദൈവത്തെയും ദൈവജനത്തോടും പ്രതിരോധിക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ്. ഈ വ്യവസ്ഥിതിയെ നമ്മൾ ജയിക്കണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ലോകത്തിന് ദൈവമുണ്ട്, ലോകത്തിന് പ്രഭുവുണ്ട്, ലോകത്തിന് മോഹമുണ്ട്, ലോകത്തിന് സ്നേഹമുണ്ട്, ലോകത്തിന് കളങ്കമുണ്ട്. ഈ ലോകത്തിൻ്റെ മോഹത്തിൻ്റെ ആത്യന്തിക പദ്ധതി എത്തിച്ചേരുന്നത് ഒരു നാശത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ കർത്താവ് നമ്മോട് പറയുകയാണ്, ഞാൻ ലോകത്തെ ജയിച്ചത് കൊണ്ട് നിങ്ങളും എന്ത് ചെയ്യണം? ലോകത്തെ ജയിക്കണം. ശക്തരായിട്ടുള്ള ഒരുപാട് പേരെ വീഴിച്ചു കളഞ്ഞ ഒരു ലോകമാണ് നമുക്ക് മുൻപിലുള്ളതെന്ന തിരിച്ചറിവ് എത്ര പേരുടെ അകത്തുണ്ട്? യേശു കർത്താവ് കഴിഞ്ഞാൽ തിരുസഭയ്ക്കേറെ പ്രയോജനപ്പെട്ട വ്യക്തിത്വമാണ് അപ്പോസ്തലനായ പൗലോസ്. ആ പൗലോസിന്റെ സന്തത സഹചാരിയായി ഒരു കാലഘട്ടത്തിൽ തൻ്റെ കൂടെ നിന്ന് ദൗത്യം ചെയ്ത് പല സഭകളെയും വന്ദനം ചെയ്ത വ്യക്തിയാണ് ദേമാസ്. പക്ഷെ കാലത്തിന്റെ മുമ്പോട്ടുള്ള നീക്കത്തിൽ ഈ ലോകസ്നേഹം ശക്തനായ ഒരു ശുശ്രൂഷകന്റെ കൂടെ നിന്ന തന്റെ സഹപടനെ വീഴിച്ചു കളഞ്ഞു. അങ്ങനെയെങ്കിൽ പൗലോസിന്റെ കൂടെ ശുശ്രൂഷ ചെയ്ത സഭകളെ വന്ദനം ചെയ്ത ദേമാസ് കളത്തിന് ഔട്ടായി പോയി. അങ്ങനെയെങ്കിൽ നമ്മളൊക്കെ എത്രയധികം സാധ്യതയുടെ വക്കീലാണ്. 9 കൃപാവരും ഒരുപോലെ കൈകാര്യം ചെയ്ത അപ്പം തന്നെ ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ കുറവായുള്ളത് എൻ്റെ ശരീരത്തിൽ പൂരിപ്പിക്കുന്നുവെന്ന് പറഞ്ഞ അത്ര കരുത്തുള്ള ഒരു ദൈവദാസന്റെ കൂടെ നിന്ന വ്യക്തിയെ വരെ ലോകം അടിച്ചു മാറ്റിയെങ്കിൽ വല്ലപ്പോഴും ഒക്കെ നമ്മൾ സ്തോത്രം പറയുന്ന നമ്മുടെ കാര്യം പറയാനുണ്ടോ? നിൽക്കുന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപയെന്ന് മാത്രം ഓർത്താൽ മതി. ദേമാസ് ലോകത്തെ സ്നേഹിച്ചു, തെസ്സലോനിക്കയിലേക്ക് പോയി. പക്ഷെ ദേമാസ് അല്ല നമ്മുടെ മാതൃക. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ജയിച്ച ഒരുവൻ നമ്മുടെ മുമ്പിലുണ്ട്. ഇന്ന് പകൽ അവനെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. പരാജയപ്പെട്ടവരെ ഒന്നും നമുക്ക് മാതൃകയാക്കേണ്ട. സകലത്തിനും മാതൃകയാക്കാൻ കൊള്ളാകുന്ന ഒരു മാതൃകാ പുരുഷൻ ഇന്ന് പകൽ നമ്മോട് പറയുന്നു, യേശു കർത്താവ് ലോകത്തെ ജയിച്ചെങ്കിൽ അവൻ്റെ മക്കളായ നമുക്ക് ലോകത്തെ ജയിക്കാം. ആ സാന്നിധ്യത്തിൻ്റെ ചായ്വിൽ അങ്ങ് നടന്നാൽ മതി. ആ നിയോഗത്തിനനുസരിച്ച് ചുവട് വെച്ചാൽ മതി. ആത്മാവ് നമ്മളെ ഗൈഡ് ചെയ്യുന്നത് പോലെ മുൻപോട്ട് പോയാൽ മതി. തകർത്ത് കളയാനും തച്ചുടയ്ക്കാനും ഗതിമാറ്റി വിടുവാനുമുള്ള ശത്രു ഒരുക്കുന്ന ചതിക്കുഴികളുടെ അകത്ത് പെടാതിരിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, കർത്താവിൻ്റെ കൂടെ ചേർന്ന് നിന്നാ മതി. ഇവിടെ ആരോട് ചേർന്ന് നിന്നാലും കാടിക്കുഴി ചാടിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ചതിക്കാത്ത ഒറ്റ സ്നേഹിതനെ ഉള്ളൂ, അത് നമ്മുടെ കർത്താവാ. കർത്താവിന്റെ കൂടെ ചേർന്ന് നിന്ന ആരെയും നമ്മുടെ കർത്താവ് ചതിച്ചിട്ടില്ല. ഈ പകലിൽ ചേർന്ന്
ചേർന്നു നിൽക്കുന്നുവെങ്കിൽ കർത്താവിനോട് ചേർന്ന് നിൽക്ക്. നമ്മുടെ കർത്താവ് ജയാളിയായതുകൊണ്ട് നമ്മളിലേക്കും ആ ജയം വ്യാപരിക്കും. അപ്പോ മൂന്നാമത് പീഡനം വർദ്ധിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവസഭയ്ക്ക് ലോകം ഒരു കാലഘട്ടത്തിലും അനുകൂലമല്ല. കാരണം നമ്മൾ ലോകത്തിനുള്ളവരല്ല, നമ്മൾ ദൈവത്തിനുള്ളവരാണ്. കണ്ണുകളെ ഒരു നിമിഷം അടയ്ക്കാം, കർത്താവിനോട് പ്രാർത്ഥിക്കും. കൂടെയുള്ള വാസം ചിന്താതീതം, അത് മനോഹരം, എന്തു സന്തോഷമാകുന്നു. ഒന്നും കണ്ടിട്ടല്ല, ഒന്നും കണ്ടിട്ടല്ല എൻ ജീവിതാരംഭം. വിശ്വാസ കാച്ചുവഴിയത്രേ തമ്മീടുമേ സ്വർഗ്ഗഭണ്ഡാരത്തിൽ നിന്നും ഒന്നിലും മുട്ടില്ലാതെ വണ്ണം. ഒന്നും കണ്ടിട്ടല്ല, ഒന്നും കണ്ടിട്ടല്ല എൻ ജീവിതാരംഭം. വിശ്വാസ കാച്ചുവഴിയത്രേ തമ്മീടുമേ സ്വർഗ്ഗഭണ്ഡാരത്തിൽ നിന്നും ഒന്നിലും മുട്ടില്ലാതെ വണ്ണം. ആശയ്ക്കെതിരായി ആശയോടെ വിശ്വസിക്കുകയെല്ലാം സാധിക്കും. എന്താനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശു